2 ദിവസത്തിനുള്ളിൽ തന്നെ അർജുനനും സോജനും ഡൽഹിക്ക് മടങ്ങിയിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞു ജ്വാല സൂര്യനോട് പറഞ്ഞു. ജെറിയുടെയും മെറിയുടെയും കൂടെ ആശാന്റെ വീട്ടിലെത്തി. ജ്വാലയുടെ ഒതുങ്ങിയ സംസാരവും അച്ചടക്കമുള്ള പെരുമാറ്റവും കണ്ടു ആശാന് അവളോടൊരു ഇഷ്ടം തോന്നി. ജെറി ജ്വാലയെ കളരിയും മർമ്മവിദ്യയും പഠിപ്പിക്കാൻ ആശാനോട് പറഞ്ഞു. ആശാൻ ആദ്യമൊന്നും സമ്മതിച്ചില്ല. പിന്നെ അത്യാവശ്യം മർമ്മവിദ്യ പഠിപ്പിക്കാമെന്ന് സമ്മതിച്ചു. അതും റോക്കിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം. പവിത്രനോട് ചോദിച്ച് സമ്മതം വാങ്ങി ജ്വാല പഠനം തുടങ്ങി. അതും ഒഴിവു സമയങ്ങളിൽ. ആശാന് അവളുടെ കഴിവിൽ അഭിമാനം തോന്നി. അതോടൊപ്പം കരാട്ടെ പ്രാക്ടീസും തുടർന്നു പോന്നു. അർജുന് ജ്വാലയെ ഇഷ്ടമാണെന്ന കാര്യം സോജൻ സഞ്ജയെ അറിയിച്ചു. പെൺകുട്ടികളുടെ മുഖത്തു നോക്കാത്ത, പെൺകുട്ടികൾ ഉള്ള ഭാഗത്തേ നോക്കാത്ത അവനോ? സഞ്ജയ്ക്ക് ആശ്ചര്യം തോന്നി. അതെ അങ്കിൾ, അർജുന് ആ കുട്ടിയെ തന്നെ വേണമെന്ന വാശിയില്ല. അവളെ മാത്രമേ മാരേജ് ചെയ്യൂന്ന് സോജൻ കുറച്ച് കൂട്ടി പറഞ്ഞു. ആ കുട്ടിയെപ്പറ്റി വല്ലതും അറിയോ? കാസ്റ്റ്, റിലീജിയൻ, സ്റ്റാറ്റസ് അങ്ങനെ വല്ലതും? സഞ്ജയ് തിരക്കി. ഒന്നും അറിയില്ല അങ്കിൾ. നമ്മുടെ അശോക് അങ്കിളിന്റെ വീട്ടിൽ താമസിച്ചിരുന്ന പവിത്രൻ ചേട്ടന്റെ പെങ്ങളുടെ മോളാണെന്ന് മാത്രമേ അറിയൂ. നോക്കട്ടെ, സഞ്ജയ് പറഞ്ഞു. സോജൻ നേരെ അർജുനന്റെ അടുത്തേക്ക് പോയി. ബാബയോട് പറഞ്ഞോ? അർജുൻ പ്രതീക്ഷയോടെ സോജനെ നോക്കി. ഒരു രക്ഷയും ഇല്ല മോനെ. സോജൻ കൈമലർത്തി. ആ കാര്യം വിട്ടേക്കാനാണ് ബാബ പറഞ്ഞത്, സോജൻ നിരാശാഭാവത്തിൽ പറഞ്ഞു. അർജുൻ ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റു. മുന്നോട്ട് നടക്കാനാഞ്ഞതും സോജൻ അവന്റെ കൈ പിടിച്ചു നിർത്തി. ബാബ എന്തോ ടെൻഷനിൽ ആണ്. ഇപ്പോൾ പറഞ്ഞാൽ ബാബ കേൾക്കില്ല. 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഒന്നും കൂടി പറഞ്ഞു നോക്കാം. ഓക്കേ? സോജൻ തിരക്കി. അർജുൻ മൂളി. മോനെ അർജുൻ, നിന്നെ ഞാൻ കുറച്ച് വട്ടുകറക്കും. നീ എന്നെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തിയില്ലേ? അതിന് കുറച്ചൊന്നു ഞാൻ നിന്നെ കളിപ്പിക്കും, സോജൻ മനസ്സിൽ പറഞ്ഞു. അർജുൻ നിരാശയോടെ കട്ടിലിലേക്ക് കിടന്നു. അവന്റെ മനസ്സിലേക്ക് കാറിലിരുന്ന് തന്നെ ആകാംക്ഷയോടെ നോക്കുന്ന ജ്വാലയുടെ മുഖം കടന്നുവന്നു. ആ കണ്ണുകളിൽ തന്നെ ഇഷ്ടമാണെന്ന ഏതെങ്കിലും ഭാവം ഉണ്ടായിരുന്നു. അവൻ ഒന്നുകൂടി ഓർത്തുനോക്കി. അവളുടെ മുഖം മനസ്സിൽ നിറച്ച് അർജുൻ കണ്ണടച്ച് കിടന്നു. അന്ന് രാത്രി തന്നെ അർജുന്റെയും ജ്വാലയുടെയും കാര്യം സഞ്ജയ് സിന്ദൂരയെ അറിയിച്ചു. ആ കുട്ടി കാണാൻ എങ്ങനെയാ? സുന്ദരിയാണോ? പഠിക്കുകയാണോ? അതോ ജോലിയുണ്ടോ? സിന്ദൂര ചോദിച്ചു. ഞാൻ കണ്ടില്ല. എന്താ നിന്റെ തീരുമാനം? പേരറിയില്ല, കാസ്റ്റ്, റിലീജിയൻ, സ്റ്റാറ്റസ് ഒന്നും അറിയില്ല. സ്റ്റുഡന്റ് ആണോ എന്നറിയില്ല. ആകെ സോജൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം അറിയാം. എന്താ നിന്റെ അഭിപ്രായം? സഞ്ജയ് ചോദിച്ചു. ഈ കാര്യത്തിൽ നമുക്ക് അവന്റെ ഇഷ്ടം നോക്കാം. അവനിഷ്ടപ്പെട്ട കുട്ടിയെയല്ലേ അവൻ മാരേജ് ചെയ്യേണ്ടത്. അവന്റെ ഈ പ്രായത്തിലുള്ള അവന്റെ ഫ്രണ്ട്സ് ഒക്കെ കമ്മിറ്റഡ് ആണ്. സോജനും ഇവനും മാത്രമാണ് സിംഗിളായി നടക്കുന്നത്. അർജുന്റെ പേരിന്റെ കൂടെ ഇതുവരെ ഒരു പെൺകുട്ടിയുടെ പേര് പോലും പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ നമ്മൾ നിർദ്ദേശിക്കുന്ന കുട്ടിയുടെ കൂടെ ജീവിക്കാൻ അവനിഷ്ടമില്ലെങ്കിലോ? ആദ്യമൊക്കെ അവൻ അഡ്ജസ്റ്റ് ചെയ്തൂന്ന് വരും. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമുക്കത് താങ്ങാൻ കഴിയോ? അതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കണ്ട. ഈ കാര്യത്തിൽ നമുക്ക് അവന്റെ ഇഷ്ടം നോക്കാം, സിന്ദൂര പറഞ്ഞു. ഓക്കേ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, സഞ്ജയ് സമ്മതിച്ചു. സഞ്ജയ് അപ്പോൾ തന്നെ അശോകിന്റെ മകൻ അക്ഷയ്ക്ക് ഫോൺ ചെയ്തു. താനും വൈഫും നാളെ അങ്ങോട്ട് വരുമെന്ന് അറിയിച്ചു. അശോക് ജീവിച്ചിരിപ്പില്ല. അയാളുടെ മകൻ അക്ഷയ് ആണ് ഇപ്പോൾ അവിടെ താമസം. ഡൽഹിയിലെ വീട്ടിലാണ് പവിത്രൻ വളർന്നത്. ആ വീട്ടിൽ ഇപ്പോൾ ആരും താമസമില്ല. പവിത്രനും അക്ഷയും ഒന്നിച്ചാണ് വളർന്നത്. അവർ ഇപ്പോൾ നല്ല സൗഹൃദത്തിലാണ്. സഞ്ജയ് ചെറുപ്പത്തിൽ അവിടെ പോകാറുള്ളതുകൊണ്ട് പവിത്രനെ അറിയാം. എന്നല്ലാതെ ഇപ്പോൾ വലിയ അടുപ്പമില്ല. പവിത്രന്റെ നാട്ടിലെ അഡ്രസ്സും ഫോൺ നമ്പറും ഒന്നും അറിയില്ല. പിന്നെ ഇങ്ങനെ ഒരു വിവാഹ കാര്യത്തിന് നേരിട്ട് പോകാൻ ഒരു മടിയും സഞ്ജയ്ക്കുണ്ട്. അക്ഷയ് ആദ്യമൊന്ന് പേടിച്ചു. കാരണം സഞ്ജയ് ഇപ്പോൾ MLA ആണ്. ഈ തിരക്കിനിടയിൽ ഇപ്പോൾ പെട്ടെന്നൊരു വരവ്. കാര്യമൊട്ട് പറഞ്ഞതുമില്ല. അയാൾ തല പുകഞ്ഞാലോചിച്ചു. എന്തായിരിക്കും കാരണം?
പിറ്റേന്ന് തന്നെ തൻ്റെ അത്യാവശ്യം കുറച്ച് ജോലികൾ ചെയ്തു തീർത്തു അശോകും സിന്ദൂരയും കേരളത്തിലേക്ക് പുറപ്പെട്ടു. അർജുനെ വിളിച്ചെങ്കിലും അവൻ പോയില്ല. സഞ്ജയ് കാര്യമൊന്നും പറഞ്ഞതുമില്ല. ശരിയാവുകയാണെങ്കിൽ പറയാമെന്നു കരുതി. വെറുതെ പ്രതീക്ഷ കൊടുക്കണ്ടല്ലോ. അക്ഷയ്യുടെ വീട്ടിലെത്തിയപ്പോൾ അയാളും ഭാര്യയും അവരെ സ്വീകരിച്ചു. അക്ഷയ്ക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ. ആദം UK-യിൽ വർക്ക് ചെയ്യുന്നു. സഞ്ജയ് അത്യാവശ്യം സുഖവിവരങ്ങൾ അന്വേഷിച്ചതിനു ശേഷം സഞ്ജയ് നേരെ കാര്യത്തിലേക്ക് കടന്നു. അർജുൻ്റെ കാര്യം പറയാനാണ് ഞങ്ങൾ വന്നത്. അവൻ ഇഷ്ടപ്പെട്ട കുട്ടിയാണ്. പവിത്രൻ്റെ പെങ്ങളുടെ കുട്ടിയാണെന്ന് മാത്രമേ അറിയൂ. പേരും മറ്റു ഡീറ്റെയിൽസും ഒന്നും അറിയില്ല. പവിത്രൻ ചേട്ടൻ്റെ നമ്പർ തന്നാൽ മതിയോ? പോരാ, നീ വിളിക്ക്. ഇപ്പോൾ തന്നെ. കുട്ടി പഠിക്കുകയാണോന്ന് അറിയില്ല. വേറെ ആലോചന വന്നില്ലെങ്കിൽ നമുക്കിത് ഉറപ്പിച്ചു വയ്ക്കാം. അവന് ജോലി കിട്ടിയിട്ട് മതി വിവാഹം. പിന്നെ അവൻ്റെ ചേട്ടൻ ആനന്ദിൻ്റെ മാരേജും കഴിഞ്ഞിട്ടില്ലല്ലോ, സഞ്ജയ് പറഞ്ഞു. അക്ഷയ് അപ്പോൾ തന്നെ പവിത്രന് ഫോൺ ചെയ്തു. പവിത്രൻ കുറച്ച് തിരക്കിലായിരുന്നെങ്കിലും കോൾ അറ്റൻഡ് ചെയ്തു. കാര്യം തിരക്കി. തിരക്കിലാണോ? ആണെങ്കിൽ ഞാൻ പിന്നീട് വിളിക്കാം, അക്ഷയ് അന്വേഷിച്ചു. തിരക്കൊന്നുമില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? ഈ സമയത്ത് സാധാരണ വിളിക്കാറില്ലല്ലോ, പവിത്രൻ തിരക്കി. അക്ഷയ് ഫോൺ സ്പീക്കർ മോഡിലാക്കി. പിന്നീട് ചോദിച്ചു, നിങ്ങളുടെ പെങ്ങളുടെ മോളുടെ പേരെന്താ? ജ്വാല മഹേശ്വർ. എന്തേ ഇപ്പോൾ ചോദിക്കാൻ കാരണം? പവിത്രൻ തിരക്കി. അതെ, നമ്മുടെ സഞ്ജയിനെ അറിയില്ലേ? ഇപ്പോൾ MLA ആണ്, അക്ഷയ് പറഞ്ഞു. പിന്നെ അവനെ എനിക്കറിയില്ലേ? സഞ്ജയുടെ രണ്ടാമത്തെ മോൻ അർജുൻ 2 ആഴ്ച മുന്നേ നിങ്ങളെ കണ്ടിരുന്നു. അറിയാം, ഞാനാണ് അവർക്ക് കറക്റ്റ് വഴി പറഞ്ഞു കൊടുത്തത്. പവിത്രൻ ആ കാര്യം ഓർത്തെടുത്തു പറഞ്ഞു. അതെ, അന്ന് അർജുൻ ജ്വാലയെ കണ്ടിരുന്നു. അവന് മോളെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. ജ്വാലയെ അല്ലാതെ വേറെ ആരെയും മാരേജ് ചെയ്യില്ലെന്നാണ് ഇപ്പോൾ അവൻ പറയുന്നത്. ജ്വാലമോൾ എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ അതോ ജോബ് വല്ലതും ഉണ്ടോ? അക്ഷയ് ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. മോൾ പഠിക്കുകയാണ്, ഡിഗ്രി 3rd ഇയർ, പവിത്രൻ പറഞ്ഞു. വേറെ ആലോചന ഒന്നും ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കിത് ഉറപ്പിച്ചു വയ്ക്കാമായിരുന്നു. അർജുൻ ഇപ്പോൾ IPS ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആണ് ചേർന്നത്. അതിനുശേഷം ട്രെയിനിങ്ങും കഴിഞ്ഞു വിവാഹം നടത്താം. എന്തു പറയുന്നു? അക്ഷയ് ചോദിച്ചു. ഞാൻ അവളുടെ അച്ഛനോട് കൂടെ ഒന്ന് ചോദിച്ചിട്ട് പറയാം, പവിത്രൻ പറഞ്ഞു. ഓക്കെ, മതി. പിന്നെ സഞ്ജയ് ഇപ്പോൾ ഇവിടെ കേരളത്തിലുണ്ട്. ഞങ്ങൾക്ക് മോളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. നാളെ അങ്ങോട്ട് വരാൻ പറ്റുമോ? അവന് വേഗം ഡൽഹിക്ക് തന്നെ മടങ്ങിപ്പോകണം. MLA ആണെന്ന് അറിയാലോ. അതിൻ്റെ തിരക്കൊക്കെ മാറ്റിവെച്ച് വന്നതാണ്. കുട്ടിയെ ഒന്ന് കണ്ടാൽ അവർക്ക് തിരിച്ചു പോകാമായിരുന്നു, അക്ഷയ് പറഞ്ഞു. ഓക്കെ, നാളെ ഇങ്ങോട്ട് പോരൂ. മോളോട് ലീവ് എടുക്കാൻ പറയാം. പിന്നെ അഡ്രസ് ഞാൻ വാട്സാപ്പ് ചെയ്യാം, പവിത്രൻ പറഞ്ഞു. ഓക്കെ, എന്നാൽ അങ്ങനെയാകട്ടെ. എന്നാ ശരി, പിന്നെ വിളിക്കാം. അക്ഷയ് ഫോൺ വെച്ചു. ഇതെല്ലാം സഞ്ജയും ഭാര്യയും കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ സഞ്ജയ് അർജുനെ വിളിച്ചു. ഇന്ന് തന്നെ കേരളത്തിലേക്ക് തിരിക്കാൻ പറഞ്ഞു. സോജനെ വിളിച്ചു ഡീറ്റെയിൽസായി വിവരം പറഞ്ഞു. അർജുൻ്റെ കൂടെ അവനോടും വരാൻ പറഞ്ഞു.